കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഒന്നടങ്കം രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. രാജ്യതലസ്ഥാനത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. SFI നേതാക്കൾ ഇവർ രണ്ടുപേരുമാണ് നിരാഹാര സമരം ഇരുന്നത്. ഐഷി ഘോഷും SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ടുള്ള ആദർശം സജീവ് ഇവർ രണ്ടുപേർക്കും ഇപ്പോൾ അഭിവാദ്യങ്ങൾ നൽകുകയാണ്. ഒപ്പം തന്നെ SFI DYFI രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നടങ്കം എത്തിച്ചേർന്ന് വലിയൊരു വിജയാഘോഷത്തിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു നടന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് SFI DYFI നേതാക്കൾ പ്രവർത്തകർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെ ഇവരുടെ വിജയാഘോഷത്തിന് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ നേതാക്കൾ പ്രവർത്തകരൊക്കെ ഒന്നടങ്കം എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബി, CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി മറിയം തവള, ഒപ്പം തന്നെ വിജു കൃഷ്ണൻ, വി ശിവദാസൻ MP, യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണും DYFIയുടെ നേതാവുമായിട്ടുള്ള ഷബീർ, M വിജിൻ MLA അടക്കമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇവരെല്ലാം തന്നെ SFIക്കും DYFIക്കും പിന്തുണ നൽകാൻ വേണ്ടി എത്തുന്നു എന്നാണ് ഏറ്റവും. നമുക്ക് CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയിലേക്ക് പോകാം. SFI DYFI പ്രവർത്തകർ വിജയം ആഘോഷിക്കുകയാണ്. കൂടെ സഖാവ്, ഇത് വിദ്യാർത്ഥി യുവജന സമൂഹങ്ങളുടെ വിജയമാണ്. അതിൽ വ്യത്യസ്ത തോതിൽ പലരും പങ്കുവഹിച്ചിട്ടുണ്ട്. മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ആദ്യം ഇതിനെ അവഗണിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ പിന്നീട് ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം വന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിന് ആഹ്ലാദിക്കേണ്ട ദിവസമാണ്. രാജ്യത്തെ നിശബ്ദമാക്കാൻ മോഡി ഗവൺമെൻറ് ശ്രമിച്ചു. ഞങ്ങൾ നിശബ്ദരായിരിക്കില്ല, ഞങ്ങൾ പൊരുതും എന്ന് പ്രഖ്യാപിച്ചു. അതിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനും അഭിനന്ദനം അർഹിക്കുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ പാറ്റകൾ എന്നുള്ള വിളിയാണ് ഈ ഒരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അതുകൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അഭിവാദ്യങ്ങൾ. SFI DYFI പ്രവർത്തകരൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ പഴയകാല SFIയിലേക്ക് ഓർമ്മ പോകുന്നുണ്ടോ? ഇപ്പോഴും ഞാനൊരു SFIക്കാരനായി DYFIക്കാരനുമായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീമതി ടീച്ചർ, എന്താ തോന്നുന്നത്? വിജയാഘോഷം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഇതൊരു അഭിമാനകരമായ മുഹൂർത്തമാണ്. നമ്മുടെ യുവജനങ്ങളും പ്രത്യേകിച്ച് സ്റ്റുഡൻസും എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഓരോ വാക്കുകളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. പഴയ SFI പ്രത്യേകം അഭിനന്ദനം. ഞാൻ KSF ആയിരുന്നു, പിന്നീട് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ, ആ സമയത്താണ് ഞാൻ പ്രവർത്തിച്ചത്. പിന്നീട് SFIയിലേക്ക് വന്നില്ല, അപ്പോഴത്തേക്ക് ടീച്ചറായി. ഇവർക്ക് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. അവരെ ഓർത്ത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. A huge protest makes a victory. What's your opinion about this? I cannot talk Malayalam. Talk in English. What is your opinion about this? I think it is a big defeat for the Modi government. It's the victory for democracy and the people of this country. കൂടുതൽ നേതാക്കളുണ്ട്. ഡോക്ടർ വി ശിവദാസൻ MP ചേരുന്നുണ്ട്. SFI ആഘോഷിക്കുകയാണ്, DYFI ആഘോഷിക്കുകയാണ്, വിദ്യാർത്ഥികൾ ആഘോഷിക്കുകയാണെന്നാണ് CPM ജനറൽ സെക്രട്ടറി പറയുന്നത്. എന്താണ് താങ്കൾ? ഒരു അതിഗംഭീരമായ സമരവിജയമാണ് രാജ്യം നേടിയിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ നാം കണ്ടിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു സമരമായി ഡൽഹിയിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സമരം മാറി. ഞാൻ ആർക്കു മുന്നിലും തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന നരേന്ദ്രമോദി വിദ്യാർത്ഥികളുടെ സമരത്തിന് മുമ്പിൽ തോറ്റമ്പിയ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കേവലം ഒരു വ്യക്തിയുടെ രാജിയല്ല, RSSന്റെയും BJPയുടെയും പരാജയത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ SFI ഈ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മഹാപ്രസ്ഥാനം ഇത് ആഘോഷിക്കുക തന്നെ ചെയ്യും. MLA, വലിയൊരു വിജയാഘോഷം നടക്കുന്നു. കേരളത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ഈ വിജയത്തിൽ പങ്കാളികളാകാനല്ലേ? അല്ല, തീർച്ചയായും അതൊരു ചരിത്രപരമായ പോരാട്ടത്തിൻ്റെ വിജയം ആഘോഷിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് DYFIയുടെ 500-ലധികം വളണ്ടിയർമാർ കൂടി സമരത്തിൻ്റെ ഭാഗമാക്കാൻ എത്തിയിട്ടുണ്ടായി. നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെന്നല്ല എല്ലാ മേഖലയും തകർത്തുകൊണ്ടാണ് മോഡി ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വിക്കറ്റ് തന്നെയാണ്. തീർച്ചയായും പോരാട്ടം തുടരും. ഇന്ന് ഈ ആഘോഷത്തിൻ്റെ മുദ്രാവാക്യവും ഈ പോരാട്ടം തുടരുമെന്നാണ്. കരുത്തോടെ ഈ രാജ്യത്ത് മോദി ഭരണകൂടത്തിനെതിരായ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. JC തോമസ് കൂടി ചേർന്ന് ചാനൽ ചർച്ചകളിലെ സജീവ മുഖമാണ്. വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ ഒരു നേതാവ് കൂടിയാണ് JC തോമസ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ആഘോഷിക്കുകയാണ്. താങ്കളും ആ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ തന്നെ നല്ല അഭിമാനകരമായ ആഹ്ലാദകരമായ നിമിഷമാണ്. പക്ഷേ ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. കൂടുതൽ വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള സമരങ്ങളിലേക്ക് കരുത്തോടുകൂടി മുന്നോട്ടേക്ക് പോകും. അതാണ്, കൂടുതൽ നേതാക്കളുണ്ട് ഇവിടെ. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിജു കൃഷ്ണൻ CPM പോളിറ്റ് ബ്യൂറോ അംഗമാണ്. എന്താണ് തോന്നുന്നത്? വലിയൊരു വിജയാഘോഷം. തീർച്ചയായിട്ടും
ഐതിഹാസികമായ വിജയമാണ് ഐക്യസമരത്തിന് ലഭിച്ചിരിക്കുന്നത്. മോദി സർക്കാർ മുട്ടുമടക്കേണ്ടി വന്നു. ഇതിനു മുമ്പ് 2021 സംയുക്ത കിസാൻ മോർച്ചയുടെ ആ സമരത്തിന് ശേഷമാണ് മോദി സർക്കാർ ഒരു സമരവും ഒരു വിക്കറ്റിലാണ് അവസാനിച്ചത്. രണ്ടാമത്തെ സമരവും വീണ്ടും ഒരു വിക്കറ്റ്. അതെ അതെ, അത് തീർച്ചയായിട്ടും അതിൽ 3 നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. ഇതിലൊരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ അത് വരും സമരങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു വിജയം കൂടിയാണ്. അതാണ് പറയുന്നത്. ആദ്യത്തെ വിക്കറ്റ് കർഷക സമരത്തിന്റെ ഭാഗമായി ഉണ്ടായത്. പിന്നീട് വിദ്യാർത്ഥികൾ ഒന്നടങ്കം സമരവുമായിട്ടെത്തി. ആ സമരവും ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് 2 ദിവസം കഴിയുമ്പോൾ ഈ വൈകുന്നേരം SFIയിൽ നിന്ന് DYFIയിൽ നിന്ന് കൂടുതൽ നേതാക്കൾ, അത് പഞ്ചാബിൽ നിന്നുള്ളവരുണ്ട്, ഉത്തരാഖണ്ഡിൽ നിന്നുള്ളവരുണ്ട്, ഉത്തർപ്രദേശിൽ നിന്നുള്ളവരുണ്ട്, അവരെല്ലാം ഒന്നടങ്കം ഇപ്പോൾ ചേർന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ പേർ എവിടെ നിന്നാണ് വരുന്നത്? പത്തനംതിട്ട. സമരത്തിന് വിജയം അത് ആഘോഷിക്കാനായിട്ട് ആണാണ്, തീർച്ചയായിട്ടും എത്തിയാണ്. എവിടെ പത്തനംതിട്ട. എല്ലാം പത്തനംതിട്ടയിൽ നിന്നുള്ള കുറച്ച് പ്രവർത്തകരാണ് നമ്മളോടൊപ്പം ചേർന്ന്. ഇതിനിടയ്ക്കാണ് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൂടിയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്കങ്ങ് ഇരിക്കുകയാണല്ലേ, എന്താണ് തോന്നുന്നത്? പഴയ SFI ഓർമ്മ വരുന്നു. പഴയ SFI ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വിജയം, വിദ്യാർത്ഥികൾക്ക് വിജയം ലഭിച്ചെങ്കിലും ഞങ്ങളുടെ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഐഷിയുടെ കേസ് ഞങ്ങൾ ഡൽഹി ഹൈക്കോടതിയിൽ വാദിച്ചതിന് ശേഷം നാളെ കേസ് വീണ്ടും വെച്ചിരിക്കുകയാണ്. നാളെ പുതിയ കേസുകൾ ഫയൽ ചെയ്യാൻ പോവാണ്, ഡൽഹി പോലീസിനെതിരെയും സർക്കാരിനെതിരെയും. അപ്പോൾ ഈ നിയമ പോരാട്ടം ഒരു വഴിക്ക് തുടരും, വിദ്യാർത്ഥികളുടെ പോരാട്ടം തെരുവിൽ തുടരും. എന്തായാലും പോരാട്ടം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരോടും കൂടെ ചോദിക്കാൻ തോന്നി, എവിടെ നിന്നാണ് വരുന്നത്? കൊല്ലത്തു നിന്നാണ്. ഈ വിജയം ആഘോഷിക്കാൻ വേണ്ടി അതിന് പിന്തുണ അറിയിക്കാനായിട്ട്. തീർച്ചയായും അതെ, തീർച്ചയായും. സമീപഭാവിയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു യുവജന മുന്നേറ്റത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. എന്താണ് തോന്നുന്നത് ഇങ്ങനെ ഈ വൈകുന്നേരം ഒരുമിച്ച് കൂടുമ്പോൾ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച 2ാമത്തെ ദിവസമാണ്, വൈകുന്നേരമാണ്, എന്താണ്? രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് നടന്നത്. DYFIയുടെ സ്റ്റേറ്റ് സെൻറ്റർ തന്നെ ആലോചിച്ച് സമരത്തിൻ്റെ ഭാഗമാണോ എന്ന് തീരുമാനിച്ചപ്പോൾ കേരളത്തിലടക്കമുള്ള എല്ലാ പ്രദേശത്തു നിന്നുള്ള യുവാക്കളും കൊല്ലത്തു നിന്നാണ് വരുന്നത്. കൊല്ലത്ത് പൗത്രേശ്വരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അംഗം. നേരത്തെ അംഗമായിരുന്നു, ഇപ്പോൾ നിലവിൽ അംഗമല്ല, നേരത്തെ അംഗമായിരുന്നു. കൊല്ലത്ത് നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, കശ്മീരിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, ഉത്തരാഖണ്ഡിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്നുള്ള കൂടുതലാണ്. കഹാം സെ I can't hear you. From where are you from? I'm from Delhi. The protest ke bahut hai. What? Bahut large protest hai. Dharmendra Pradhan resigned. What's your opinion about it? Yeah, we are very happy. At last we won. That was the demand we were expecting, and we finally did it. And it is the first step towards our bigger movement. അതാണ് ധർമ്മേന്ദ്ര. അതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരാൾ കൂടി ഇവിടെ ഉണ്ട്. നമ്മുടെ JNU സർവകലാശാല യൂണിയൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരാൾ കൂടിയാണ്. എന്താണ് തോന്നുന്നത്? എല്ലാവരും കൂടി ഇപ്പോൾ ഒരുമിച്ചിരിക്കുകയാണ് വൈകുന്നേരം. ധർമ്മേന്ദ്ര പ്രധാൻ്റെ റെസിഗ്നേഷൻ കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു ഇവൻ്റാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത കൂടെ, നമ്മുടെ 40 ദിവസങ്ങളായിട്ട് ജയിലിലായിരുന്ന കോമ്രേഡ് കാന്തികുമാരി, കോമ്രേഡ് സാവിത്രി കുമാരി ബീഹാറിലെ, അവർ കൂടെ ഇന്ന് റിലീസായി. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു വിക്ടറി സെലിബ്രേഷനായിട്ട് തന്നെയാണ്. കുറേയധികം ദിവസങ്ങൾ അത് പോരാട്ടത്തിൻ്റെ ദിനങ്ങളായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ അവർ പോരാട്ടത്തിലൂടെയാണ് പോയത്. ആ പോരാട്ടം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അവർ ആടിയും പാടിയും ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയധികം നേതാക്കൾ, പ്രവർത്തകർ അവർ പല ഭാഗങ്ങളിൽ നിന്നും എത്തുകയാണ്. നിരാഹാര സമരമടക്കമുള്ള പോരാട്ടത്തിലേക്ക് കടന്നിരുന്നു. എല്ലാം മറന്നുകൊണ്ട് ഇന്നിപ്പോൾ ആഹ്ലാദം ആഘോഷിക്കുന്ന, വിജയം ആഘോഷിക്കുന്ന, പാട്ടുപാടുന്ന, നൃത്തം ചെയ്യുന്ന ആളുകളെ കാണുകയാണ്. അവർ ഒരുമിച്ച് പോരാടിയെടുത്ത വിജയമാണ്. കഴിഞ്ഞ ഏതാനും വർഷക്കാലമായി അവർ പറഞ്ഞുകൊണ്ടിരുന്ന നീറ്റ് പരീക്ഷാകുറിച്ച് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു. CBSE പുനർപുനരുമായിട്ട് ബന്ധപ്പെട്ട അപാകതകൾ വന്നു. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ആ പോരാട്ടത്തിൽ ഇപ്പോൾ വിജയമുണ്ടായിരിക്കുകയാണ്. ആ വിജയത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. നേതാക്കൾ, പ്രവർത്തകർ, ഒരു തരത്തിലുള്ള വ്യത്യാസമില്ലാതെ HKS ഭവനിൽ ഈ വൈകുന്നേരം അവർ ഒരുമിച്ചിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സദസ്യത്തിനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ.